മപ്രകളെ ഒരു കഥ പറയാം, ഈ വ്യാജൻ വിൽക്കുന്ന കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുന്നൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മപ്രകളുടെ കഥ പറച്ചിലാണ്. ഉപജീവന മാർഗത്തിന് വേണ്ടി എന്താണോ വിൽക്കേണ്ടത്, ആരെയാണോ വിൽക്കേണ്ടത്, അതെങ്ങനെ വിറ്റാൽ നന്നായി കച്ചവടം നടക്കുമോ ആ സാധ്യതകൾ ഉപയോഗിച്ച് പൊരിഞ്ഞ കച്ചവടം നടത്തുക എന്നതാണ് ഈ മപ്രകളുടെ ഒരു പ്രത്യേകത. നമ്മുടെ മീഡിയ വൺ ചാനലുകാരൊക്കെ ഒന്ന് മൗനം പാലിച്ച് ധാർമ്മികതയൊക്കെ പറഞ്ഞ് ഒന്ന് ഒഴിഞ്ഞു നിന്നൊക്കെ നോക്കിയിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. പക്ഷെ അവർക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ മുണ്ട് പൊക്കി ആടുമ്പോൾ ഞങ്ങൾ മുണ്ടൊരിഞ്ഞ് തലയെ കെട്ടി ആടിയെങ്കിലേ കച്ചവടം നടക്കൂ എന്ന് മനസ്സിലായതോടുകൂടി അവരും ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്ത് ജയിലിലായി. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് വേറൊരു ജനസാണ്, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ആ രാഹുൽ ഈശ്വറിനെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിറ്റെടുത്തതും ഈ അതിജീവതയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഏറ്റവും കൂടുതൽ വിറ്റെടുത്തതും ഈ മപ്രകളാണ്. അവർക്കിതിൽ ഏതെങ്കിലും ആളുകളോട് പ്രത്യേകിച്ചൊരു കൂറോ താല്പര്യമോ ഒന്നുമില്ല. അവർ കാറ്റിനനുസരിച്ച് എങ്ങനെയാണോ തൂറ്റേണ്ടത് അതനുസരിച്ച് തൂറ്റുക എന്നുള്ളതാണ്. പണ്ട് ഉമ്മൻചാണ്ടി സാറെന്ന് പറയുന്ന മുഖ്യമന്ത്രി, പുള്ളിയായിരുന്നു ഈ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിയായ ഒരാൾ. അതിനു മുൻപ് നമ്മുടെ എളമരം കരീം സാറും ഒക്കെ മന്ത്രിയായിരുന്ന VSൻ്റെ ഭരണകാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങളുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് മുതലേ ഈ പണി തുടങ്ങിയിരുന്നു. കാരണം VSനെ ഹിറ്റാക്കിയത് മാധ്യമങ്ങളാണ് എന്നൊരു ധാരണ ഔദ്യോഗിക പക്ഷത്തിനുണ്ടായി. അതുകൊണ്ട് അവരെ കൈകാര്യം ചെയ്തേ മതിയാവൂ എന്ന ചിന്തയിൽ നിന്നാണ് ഞാനൊക്കെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായത് എന്ന് അന്നൊരു ചർച്ചയുണ്ടായിരുന്നു. കാരണം മാധ്യമങ്ങൾക്ക് ഡയറക്റ്റ് പരസ്യം കൊടുക്കാൻ PRD വഴിയൊന്നുമല്ലാതെ 5 കോടിക്കോ 4 കോടിക്കോ 6 കോടിക്കോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഇവൻറ്റ് എന്ന് പറയുന്നത്, മാധ്യമങ്ങളുമായി നല്ല റാപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഇവൻറ്റ് പൊളിറ്റിക്കലി ഗുണമാണെന്ന് കണ്ടറിഞ്ഞാണ് അന്ന് നമ്മുടെ പഴയ IAS ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന, അഡീഷണൽ ചീഫ് സെക്രട്ടറി മറ്റേ ആയുള്ളൂ, ബാലകൃഷ്ണൻ സാറും പിന്നെ അതുപോലെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു സംഗതി ഉണ്ടാക്കിയതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ലത്. അതിനുശേഷമാണ് പിന്നെ ഉമ്മൻചാണ്ടി സാറ് വരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ ഈ പറയുന്ന മാധ്യമങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ഡിമാൻഡ്സൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ചൊരു സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ സീറ്റ് ഉണ്ടായിരുന്നിട്ടും എന്തെല്ലാം കൊടുത്തിട്ടും ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് പിന്നെ കുറച്ച് നല്ല വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ അതിജീവത രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൊന്തി വന്നു. ആ പൊന്തി വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്നം വെച്ച് അടിച്ചടിച്ച് എവിടം വരെ കൊണ്ടുപോകാമോ അവിടം വരെ ആദ്യ റൗണ്ടിൽ അടിച്ച് കിട്ടിയ ഒരു ഒരു ശബ്ദരേഖ പകുതി കഷണങ്ങളാക്കി മുറിച്ച് പുറത്തു വിട്ട്. യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താ? തെങ്ങ് മുറിക്കാൻ തെങ്ങിൻ്റെ മേളിൽ കയറിയിരിക്കുന്നവൻ പോലും ഈ ശബ്ദരേഖ കേട്ടാൽ ആ മുറിക്കുന്നത് പകുതിയാക്കി താഴെ ഇറങ്ങി ഇതാരാണ് എന്നൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന വാശിയോടെ നിൽക്കുന്ന മലയാളിയുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. അതിലാകെ സംഭവിച്ചതെന്താ? കുറേ നിരപരാധികളായ സ്ത്രീകളുടെയും പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടു. അവരാണോ ഇവരാണോ മറ്റോരാണോ മറിച്ചോരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ചന്ന് പുറത്തു വിട്ട് അവിടെ നിർത്തി. പിന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത് പുറത്തു വിട്ടു. ഇനിയും ചിലപ്പോൾ കയ്യിലുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് പുറത്തു വിടുന്നതോടുകൂടി മലയാളികളുടെ ഒരു പ്രത്യേകത എന്താ? ഇതിനകത്ത് 2 പക്ഷം ഉണ്ടാവും. ഇപ്പോൾ ഈ സഹോദരി, അതിജീവിതയായ സഹോദരി, അവർക്കുണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലുള്ള എല്ലാ രേഖകളും ബാക്കിയുള്ള സംഗതികളും വെച്ച് അവർക്ക് മുഖ്യമന്ത്രിയെ കണ്ടോ DGPയെ കണ്ടോ ഈ പെറ്റീഷൻ മൂവ് ചെയ്താൽ ഇതേ ഗ്രാവിറ്റിയിൽ തന്നെ ഗവൺമെൻറ്റിന് എടുക്കേണ്ടി വരും. കാരണം നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനപ്പുറത്ത് അവരെ ഇതിൻ്റെ ഒരു മായിക വലയത്തിലിട്ട് അങ്ങനെ ഒരു ചർച്ചയുണ്ടാക്കി. അത് കഴിഞ്ഞോ, ഈ ചർച്ചയിൽ കേരളത്തിൽ ആരും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വരാൻ സാധ്യതയില്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ്. രഹസ്യമായ എല്ലാവർക്കും പല അഭിപ്രായങ്ങളും കാണും, പക്ഷെ പരസ്യമായ ആരും രംഗത്തേക്ക് വരില്ല. അപ്പോഴാണ് അങ്ങനെ വരാനൊരു ഇരയെ കിട്ടിയത്. അതാണ് രാഹുൽ ഈശ്വർ.
എല്ലാ ചാനലുകളിലും മാറി 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 പുള്ളിയെ വിളിച്ചു. പുള്ളി അവിടെ കിടന്ന് ആക്രോശിച്ചു, ബഹളം വെച്ചു, സമർത്ഥിച്ചു. പുള്ളിയും വേറൊരു ഗിയറിലേക്ക് മാറി. ആ ഗിയറിലേക്ക് മാറിയപ്പോൾ എന്നാൽ ഇയാൾ അകത്ത് പോകുന്നത് വരെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ഭയങ്കരമായ പെർവേർട്ട്, അല്ലെങ്കിൽ പെർവേർട്ടിനെ താങ്ങുന്ന പെർവേർട്ട് എന്നൊക്കെ അന്നൊന്നും അങ്ങനെ പറഞ്ഞില്ല. അന്ന് ശ്രീ രാഹുൽ ഈശ്വർ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഇത് കത്തിച്ച് മൂപ്പിച്ച് നിർത്തി. അപ്പോൾ ചാനലുകൾക്ക് കൂടുതൽ വ്യൂ കിട്ടും. അതും തീർന്നില്ല. സ്വാഭാവികമായി 4 പേരെ ഇരുത്തുമ്പോൾ 3 പേര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയും. CPM-ഉം BJP-യും ഉറപ്പായും എതിരെ പറയും. കോൺഗ്രസ് ഒരുമാതിരി ത്രിശങ്കുവിൽ കളിക്കും. രാഹുൽ ഈശ്വർ കട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കും. അപ്പോൾ എത്ര കട്ട് കിട്ടും? മൊത്തം 4 ടൈപ്പ് കട്ട് കിട്ടും. ആ 4 കട്ടും കട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമത്തിലൂടെ വിടും. അപ്പോഴത്തേക്ക് അതും കച്ചവടമായി. ഇനി അത് കഴിഞ്ഞോ? പിന്നെ ഈ പിടിച്ചു കഴിഞ്ഞ് ഈ രാഹുൽ ഈശ്വർ കാണിക്കുന്ന ഈ അഭ്യാസങ്ങളെല്ലാം അതും കിട്ടും. എന്നിട്ട് അവിടെ നിർത്തിയില്ല. ഇപ്പോൾ ഒരാളിനെ കിട്ടാതെ വന്നപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ മെൻസസ് അസോസിയേഷൻ എന്നോ അങ്ങാണ്ട് പറയുന്ന ഒരിടത്തുനിന്ന് ഒരു മുടിയൊക്കെ നീട്ടി വളർത്തിയ കഥകളി നടനെ കൂട്ടിരിക്കുന്ന ഒരാളിനെ ഇറക്കിയിട്ടുണ്ട്. പുള്ളിക്ക് പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലെ കത്തിക്കാൻ പറ്റുന്നില്ല, വലിയ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്നിരുത്തി ചർച്ചയ്ക്ക്. അപ്പോൾ ഇവർ തന്നെയാണ് കൊണ്ടിരുത്തുന്നത്. ഇവരുടെ ചൂണ്ടയിൽ ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കത്തില്ല ഈ മാധ്യമ ചർച്ചകളിൽ എന്തുകൊണ്ടാണ് ഈ സ്ഥിരം മുഖങ്ങൾ തന്നെ കാണുന്നത്, വേറെ ആരെയും ഈ സമൂഹത്തിൽ കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചാൽ, ഇത് മനസ്സിലാക്കി നല്ലൊരു വിഭാഗം ആളുകൾ വിളിക്കുന്ന ഉടനെ തന്നെ പറയും, ഞങ്ങളില്ലെന്ന് പറയും. പണ്ടൊരു വിവാദ വിഷയത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങളൊരിക്കലും പോകില്ലേ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടടുത്ത് വെച്ച് വാക്കുകൾ കട്ട് ചെയ്യും, മുറിക്കും, എഡിറ്റ് ചെയ്യും, അതിൻ്റെ പരുവ ഒപ്പിച്ചവർ കാച്ചും. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ അകത്തായപ്പോഴോ രാഹുലിനെ അങ്ങ് വിട്ടിട്ട് ദീപയെ പിടിച്ചു, രാഹുലിൻ്റെ ഭാര്യ. അത് വെച്ച് തകർക്കുക. ഇനി ഇതൊന്നും അല്ലാത്ത ചില രസകരമായ കാര്യമുണ്ട്. ഈ മീഡിയ വണ്ണൊക്കെ ഭയങ്കര ധാർമ്മികത പറയുന്ന ചാനലാണ്. കുറേ ദിവസങ്ങളായി നമ്മുടെ ശങ്കരാടി പപ്പയുടെ സ്വന്തം അപ്പൂസിൽ പറയുന്നത് പോലെ ഇവിടുണ്ടേ എന്നിട്ട് ഇവിടില്ലേ. ഇപ്പോൾ പാലക്കാട് വിട്ടെങ്ങും പോയിട്ടില്ല രാഹുൽ, ഏതാനും നിമിഷങ്ങൾക്കകം പിടിക്കും എന്നും പറഞ്ഞ് കുറേ ദിവസം ചെയ്തു. ഇടയ്ക്ക് വെച്ചൊരു വാർത്ത കണ്ടു, രാഹുൽ കടന്നത് കോൺഗ്രസ് നേതാവിൻ്റെ കാറിൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ടൊരു വാർത്തയുണ്ട്, രാഹുൽ കടന്നത് സുഹൃത്തായ സിനിമാ നടിയുടെ കാറിൽ. കുറച്ച് മുമ്പേ കാണിക്കുന്നത് സിനിമാ നടിയുടെ ചേട്ടത്തിയുടെ കാറിൽ. ഇനി കുറച്ച് കഴിയുമ്പോൾ സിനിമാ നടിയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന അന്നമ്മയുടെ കാറിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പുരോഗമന കരുത്തുറ്റ ഇന്ത്യയിലെ സിംഗപ്പൂർ എന്നറിയപ്പെടുന്ന കേരളത്തിൽ ചർച്ച നടക്കുന്ന, വാർത്തകൾ സൃഷ്ടിക്കുന്ന ഈ ഒരു സംഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.